ഹലോ, ഞാൻ സുനീസ ജെ രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരം നിറയ്ക്കട്ടെ. ദീർഘായുസം, പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. എല്ലാവരും ഓർക്കും, ഇത് ഒത്തിരി പേര് കാണുന്നുണ്ടാവുമല്ലോ, എല്ലാവരും ഓർക്കും ഇതന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കൊക്കെ ദൈവം ഉണ്ടല്ലോ എന്ന്. ഒരേ ഒരു ദൈവം ആണ് പറഞ്ഞേക്കണ ഭൂമിയിൽ ഇതൊക്കെ ഞാൻ തരാമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും നോക്കിയോ, ഈ പറയുന്ന സാധനങ്ങൾ സമാധാനം, സന്തോഷം, സ്വസ്ഥത, ഇതൊക്കെ ആരോഗ്യത്തിൻ്റെ കാര്യവും പാപികളെ രക്ഷിക്കാനും ഇതൊക്കെ പറഞ്ഞേക്കണ ആള് ഒരു വെറൈറ്റി അല്ലേ നമ്മുടെ യേശു ക്രിസ്തു. അത് ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമല്ലട്ടോ, ലോകത്തിൻ്റെ രക്ഷകനാട്ടോ. നമുക്കൊരു കൂട്ടുകൂടാൻ പറ്റിയ ആൾ. നമുക്ക് വർത്താനം പറഞ്ഞാൽ, നിങ്ങളൊന്ന് വർത്താനം പറഞ്ഞു നോക്കിക്കേ യേശുപ്പനോട്, എന്നിട്ട് ആ ബൈബിൾ എടുത്ത് വായിച്ച്, അപ്പോൾ നമുക്ക് സമാധാനം തോന്നണം. വാക്ക് കിട്ടിയത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന, അല്ലാത്തത് നമുക്ക് അസ്വസ്ഥ തോന്നുന്നത് നമ്മളോടല്ല. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുക, യേശുവായിട്ട് കൂട്ടുകൂടുക. യേശുവിന് എപ്പോഴും ഇഷ്ടം കൂട്ടുകൂടാനാണ്. അപ്പോൾ നോക്കണേ. അപ്പോൾ ഇന്നത്തെ വചനം വായിക്കാം കേട്ടോ. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. എപ്പോഴും പുറുപുറുപ്പും ബഹളവും എനിക്കൊന്നും കിട്ടിയിട്ടില്ലോ. ദൈവം നമ്മളെ ഇങ്ങനെ മേളിൽ നിന്ന് കാറും ലോറിയും വീടും നിന്ന് ഇറക്കിയല്ല അനുഗ്രഹിക്കണേ. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ അവൻ പരിശുദ്ധാത്മാവിനെ നമ്മളെ നിറയ്ക്കും. അങ്ങനെ നമ്മൾ ദൈവമക്കളാകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ബുദ്ധിയും ബോധവും ഉണ്ടാകും, നമുക്ക് സുബോധം ഉണ്ടാകും. അപ്പോൾ നമ്മൾ മിടുക്കരാകും. അപ്പോൾ നമ്മൾ പണിയെടുത്ത കാശുണ്ടാക്കും. അങ്ങനെയാണ് അതിൻ്റെ വെറുതെ കിട്ടണ പരിപാടി കിട്ടും. ഞാൻ വെറുതെ കിട്ടണതിൻ്റെ വലിയ ആളായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ വലിയ അടിച്ചു പൊളിച്ച് ഇങ്ങനെ വേറെ കാശും കൊണ്ടൊക്കെ അടിച്ചു പൊളിക്കല്ലേ, കെട്ടിയവൻ്റെയോ കുടുംബത്തിലെ അപ്പൻ്റെയോ അമ്മയുടെയോ ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എന്നെ കൊണ്ട് തന്നെ യേശുമ്പരാൻ പണിയിപ്പിച്ചു. അപ്പോൾ നമ്മളെ ഓർത്ത് കൊള്ളുക, നമ്മൾ മിടുക്കരാകുക യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെ, ദുരുപായം ഉപയോഗിക്കുന്നവനെ കുറിച്ച് നീ മുഷിയരുത്. അവരോടൊന്നും ഗുസ്തി പിടിച്ചുകൊണ്ട് നടക്കണ്ട. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. ഈ കോപം എന്ന് പറഞ്ഞ സ്വഭാവേ പിശാചിൻ്റെ. അതിനെ ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്, ജീവിതത്തിൽ മുഷിയരുത്. അത് ദോഷത്തിനേ കാരണമാകുകയുള്ളൂ. സങ്കീർത്തനം 37:7. ഇപ്പം നമ്മളോട് പറഞ്ഞേക്കണം, ദേഷ്യം വേണ്ട, കോപം വേണ്ട, ക്രോധം വേണ്ട, കുശുമ്പ് വേണ്ട. ഇതൊക്കെ നമുക്ക് ഉണ്ടാവൂലേ. യേശുപ്പനോട് പറയാം, എനിക്ക് ഇതൊക്കെ ഇന്നയാൾ കുശുമ്പ് തോന്നുന്നുണ്ട്, ഇന്നയാളോട് അരിശം തോന്നുന്നുണ്ട്, അതൊന്ന് മാറ്റി തന്നെ, അതങ്ങ് മാറിപ്പോക്കോളും ഭയങ്കര മഹാത്ഭുതമായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വർത്താനം പറയുന്ന രീതിയിൽ പ്രാർത്ഥനയൊക്കെ ആകുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഹെയറിൻ്റെ ആട്ടോ. ഹെയർ ട്രീറ്റ്മെൻറ്റ് എൻ്റെയൊക്കെ ഇപ്പോൾ ചെയ്യാറായി. എന്നിട്ട് ഡീസൻ്റ് ആയിട്ടല്ലേ കിടക്കണേ. ഹെയറിൽ നമ്മളിപ്പം ഒത്തിരി പേരും ചെയ്യണത് ഓർഗാനിക്, നമ്മൾ കരാട്ടിൻ. ഓർഗാനിക് എന്ന് പറയുമ്പോൾ നാച്ചുറൽ, അത് ഈ കവറിങ് ആയിട്ടായിരിക്കണേ. അത് കഴുകും തോറും പോവും. അപ്പോൾ നമ്മളുടെ ക്വാളിറ്റിയുള്ള ഷാമ്പൂ, സ്പായും അല്ലെങ്കിൽ നമ്മൾ സ്പാ ഇടയ്ക്ക് ചെയ്യണം. ക്വാളിറ്റിയുള്ള ഷാമ്പൂ, കണ്ടീഷണർ ഇതൊക്കെ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സൾഫേറ്റ് ഫ്രീ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ അപ്പടിയും പോവും. ഇത് ചെയ്തിട്ട് വീഗാലാൻഡിൽ പോയി ചാടിയാൽ കരാട്ടിനൊക്കെ പോവും. അങ്ങനെ അപ്പോൾ നമ്മൾ ആ ഷാമ്പൂ മസ്റ്റാണ്. നമുക്ക് ആഫ്റ്റർ കെയർ മസ്റ്റാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാവുന്നവർ ഇത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ പിന്നെ എന്നതാ, അപ്പോൾ പിന്നെ D3 വിറ്റാമിൻ ഗുളികളൊക്കെ ഇടയ്ക്ക് കഴിക്കണം, മുട്ട കഴിക്കണം. അങ്ങനെ നമ്മുടെ ആരോഗ്യം പരിപാലിക്കണം. അങ്ങനെയൊക്കെ നോക്കുക. പിന്നെ എന്നതാ, ഹെൽത്ത് ആട്ടെ ഏറ്റവും വലുത്. ഒരു ദിവസം പനിച്ചാൽ നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടാണ്, എന്തോരം കോടി ഉണ്ടായിട്ട് എന്നാ കാര്യം. ആരോഗ്യം ഉണ്ടെങ്കിൽ പണിയെടുത്താൽ ഇതെല്ലാം ഉണ്ടാക്കാൻ പാടില്ലേ. അപ്പോൾ ആരോഗ്യം വേണം. ദൈവം തരുന്ന സമാധാനം, സന്തോഷം വേണം, ആരോഗ്യം വേണം. മനസ്സാണ് നമ്മുടെ സൗന്ദര്യം കേട്ടോ. നല്ല സന്തോഷിച്ചൊന്നിരുന്നിട്ട് നോക്കിയേ, ഭയങ്കര ഭംഗി വയ്ക്കും. ചിരിച്ചോണ്ടൊന്ന് നോക്കിയേ. ഞാനൊക്കെ ചിരിക്കാത്ത ഫോട്ടോ കാണുമ്പോൾ എന്നെ കണ്ട ഡാഗിനീനെ പോലെ ഇരിക്കണേ. അപ്പോൾ ചിരിച്ച മുഖം എല്ലാവർക്കും യേശുവിൻ്റെ അതേ മോച്ചായൊന്നും, ദൈവത്തിൻ്റെ മോച്ചായൊന്നും നമ്മൾ ചിരിക്കുമ്പോൾ എല്ലാവരെയും ചിരിച്ചുകൊണ്ട്, ഹൃദയം അങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ടാകട്ടെ. അപ്പോൾ മുടിയുടെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ചെയ്യാനുള്ളവരൊക്കെ ഞായറാഴ്ചയില്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഒരു 9:30-10 ആകുമ്പോൾ പോരെ, 2 മണിയാകുമ്പോൾ തീരും. 2 മണിക്കെങ്കിലും വന്നാൽ, അത് കഴിഞ്ഞ് വന്നാൽ ചെയ്ത് തീരൂല. അപ്പോൾ പിന്നെ ഏതെല്ലാം ഉണ്ട് കേട്ടോ. ഷോസ്കോഫിൻ്റെ നമ്മൾ പെർമനൻ്റ് ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ട്, സ്മൂത്തനിങ്, ഹെയർ ലാക്സിങ്, ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കമ്പനി നമ്മൾ യൂസ് ചെയ്യണത്. അതിന് ഈ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ കരാട്ടിൻ യൂസ് ചെയ്യണത് ബയോട്ടാനിസ് ആണ്. പിന്നെ പെഡിക്യൂർ, സ്പായ, ഫേഷ്യൽ എല്ലാം നമ്മുടെ പാർലറുണ്ട്.
അതെല്ലാം യൂസ് ചെയ്യുക. എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ്. നമ്മൾ ഇത് മുഖത്ത് തേക്കണ ക്രീമുകൾ ബ്രാൻഡഡേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ എപ്പോഴും കാണാൻ പാടില്ല. അല്ലാത്ത ഡൂപ്ലിയൊക്കെ തേച്ചൊക്കെ പലതും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. എല്ലാം ബ്രാൻഡഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പാടാ പിടിച്ചേർത്താൻ സൗന്ദര്യമൊക്കെ. അപ്പോൾ എല്ലാവരെയും വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. എല്ലാവരെയും ശമ്പരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. ഈ മോക്കടെ കെയർ മേക്ക് ഓവറിന് വന്നാണ് നാത്തൂൻസും കൂടെ വന്നിട്ട് രണ്ടെണ്ണം +2 പിള്ളേരാണ്. ഓർത്തുപോലെ പഠിക്കാൻ പുറത്തോട്ട് പോകാൻ ഓർത്തോണ്ട് ഇങ്ങനെ രണ്ടുപേരും പറയുക കേട്ടോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എനിക്ക് ബോധക്കേടായിപ്പോയി. അപ്പോൾ ഈ മുടിക്ക് മറ്റേ മുടിയുടെ അത്രയും പൊട്ടലില്ല, എന്നാലും പൊട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ പൊട്ടൽ നല്ല ഫിനിഷിങ്ങിൽ ഗ്ലോ ആയിട്ട് മുടി കരാട്ടിനാണ് ചെയ്യാൻ പോണ കിടക്കും. പക്ഷെ അത് കണ്ടിട്ട് തൃപ്തിപ്പെടാണ്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് ഒക്കെ വന്നെങ്കിൽ ഉള്ളിൽ ഫുഡ് ചെയ്യണം. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യട്ടോ. നമ്മൾ മൾട്ടി കുറച്ച് സിങ്കോവൈറ്റ് ഒക്കെ മേടിച്ച് എവിടെയാണ് തിരിക്കും ഫുഡ് കഴിക്കുന്ന എടുത്ത് വെക്കുക, കാണാൻ പാകത്തിന് ബയോട്ടിൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിച്ചാൽ ഞാൻ എല്ലാവരും ഓർപ്പിക്കാൻ വെച്ചേക്കും. അവരും മറന്നുപോകും എനിക്ക് വിറ്റാമിൻ ഡി തരാൻ. ഞാൻ മറന്നുപോയി, എല്ലാം വേസ്റ്റായി പോകാം. അപ്പോൾ മുട്ട മുടി വളർച്ചയുടെ ഒരു വലിയ സംഭവമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു, എനിക്ക് മുട്ടപ്രാന്താണ്. പക്ഷെ വണ്ണവും വെക്കും എനിക്ക് മുട്ട തിന്നാലേ, അതാണ് ഏറ്റവും കുഴപ്പം. അതാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടിയൊക്കെ അതേ സൂപ്പറാക്കി. ഈ മോക്കടെ ഓൾറെഡി സ്ട്രെയിറ്റ് ആണ്, പൊട്ടലും ഡ്രൈനസും ചീറ്റിലൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് പറയും എൻ്റെ അടുത്ത് വരുമ്പോൾ മുടിക്ക് പൊട്ടലാന്ന് പറയുന്നത്. പൊട്ടലുള്ളത് പറയണ്ടേ, അടിപൊളി മുടിയെന്നല്ല, നമുക്ക് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് മുടി ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണേ. നല്ല ഗ്ലോയിൽ നല്ല സിൽക്കി ആയിട്ട് ഹെയർ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചെയ്യണേ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കവർ ചെയ്തു. ഹെയർ കരാട്ടിൻ നാനോഫോഴ്സ് പ്ലാസ്റ്റിക് ബയോട്ടാൻസ ചെയ്തേക്കണേ. ഈ മുടിന് ഇങ്ങനെ കിടന്നോളും. ഇതേ പരസ്യത്തി കിടക്കണ പോലെ കിടക്കണ കണ്ടത് സൂപ്പറായിട്ട് എന്ത് ഭംഗിയില്ല. ഇതിന് ആഫ്റ്റർ കെയർ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഗുണം കിട്ടില്ല. കാരണം സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ, സൂപ്പർ ഷാമ്പൂ ഒക്കെയാണ് നമ്മൾ തന്നെ. പിന്നെ അത് എല്ലാം യൂസ് ചെയ്താലാണ് ഇതിൻ്റെ റിസൾട്ട് ഈ 1 വർഷം കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്ത് പഠിച്ചാൽ പിന്നെ ഇതിൽ നിന്ന് ആരും മാറുന്നില്ല, കണ്ടിന്യൂസ് ആകും. നമുക്കിങ്ങനെ എണ്ണയൊന്നും തേക്കേണ്ട. എണ്ണയ്ക്ക് ശരിക്കും കേരളത്തിൽ മാത്രമേ എണ്ണ തേക്കുന്നുള്ളൂ. ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെയൊക്കെയാണ്. നാച്ചുറൽ കെയറും കീപ്പ് ചെയ്യേണ്ട അങ്ങനെയൊക്കെയാണ്. വേറെ എണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ തേച്ചാൽ പിറ്റേ ദിവസം ആൾക്കാരുടെ കഴിക്കാനൊന്നുമില്ല. പണ്ട് അങ്ങനെയല്ലേ, എണ്ണ തേച്ചാൽ താളി തേക്കണം. അപ്പം അങ്ങനെയൊക്കെ ആർക്കും പറ്റുന്നില്ലോ. അപ്പോൾ മുടി ചെയ്ത് ഇഷ്ടപ്പെട്ടപ്പം നാത്തൂനോടെ മുടിയായിരുന്നു. ഒരു നാത്തൂൻ മുഖം കാണിച്ചില്ല. ഞാനവിടുത്തെ ഫ്രണ്ട്സൊക്കെ പഠിക്കാൻ പോകുമ്പോൾ 2 എണ്ണോളം കൂടി ചെയ്യാൻ വന്നാന്നാ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ചെയ്യാനുള്ളവർ പെട്ടെന്ന് പോലെ അടിച്ച് പൊളിച്ച് മുടി ഇങ്ങനെ കിടന്നാൽ തന്നെ മേക്ക് ഓവർ ഒത്തിരി ആയി. ഒരു ലിപ്സ്റ്റിക്ക് ഇവിടെ കണ്ണെന്ന് എഴുതി ഓക്കെ, മേക്കപ്പിന് കാര്യം തീർന്നു. അപ്പോൾ ഇതെപ്പോഴും ഹെൽത്താട്ടോ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം ഏറ്റവും നമ്മൾ അതെപ്പോഴും ഓർക്കണം. അപ്പം ശരിയെന്നാ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഈ മുടി ഇപ്പം ഹെൽത്തി ഒന്നും അല്ല കേട്ടോ, നല്ല ഡ്രൈ ആണ്, പൊട്ടലുണ്ട്. ആരോഗ്യം നമ്മുടെ റിഫ്ലക്ഷൻ, നമ്മുടെ ഹെൽത്തിൻ്റെ റിഫ്ലക്ഷൻ സ്കിന്നിലും മുടിയിലും ഒക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഡോക്ടർമാർ നോക്കൂലേ, കണ്ണ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സ്കിന്ന് നഖം. അപ്പോൾ അതുപോലെ ഹെയറിലൊക്കെ നോക്കിയ ഹെൽത്ത്. അപ്പോൾ ആരോഗ്യം നമ്മൾ നോക്കുമ്പോൾ മുടി നന്നായിട്ട് വളരും. എപ്പോഴും മുടി വളർന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇലക്കറി, മുട്ട ഇതൊക്കെ കഴിക്കണം. മുട്ടയൊക്കെ നന്നായിട്ട് തിന്നാൽ നന്നായിട്ട് മുടി ഉണ്ടാവില്ല. ഞാൻ മുട്ടയുടെ ആളാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രകാരം കരാട്ടിൻ ചെയ്യാൻ പോവാം. കരാട്ടിൻ നാനോഫോഴ്സ് പ്ലാസ്റ്റിക് ബയോട്ടാൻസ് ആട്ടോ. നിങ്ങൾ പാർലറിൽ പോയി ചുമ്മാ കരാട്ടിൻ എന്ന് പറയുമ്പോൾ ഏത് കരാട്ടിനാന്ന് പോലും ആൾക്കാർക്ക് അറിയാം. ടപ്പി മുടി പോയി ആ കംപ്ലൈൻറ്റ്, ലോ ക്ലാസ് കംപ്ലൈൻറ്റ്, കരാട്ടിൻ ചെയ്താൽ മുടി തലേന്ന് പോകണമെന്ന് കൂടാണ്ട് ഒത്തിരി കംപ്ലൈൻറ്റ് വരുന്നാട്ടോ പറഞ്ഞ കറക്റ്റൊക്കെ. ദൈവത്തിൽ ഓർത്ത ബ്രാൻഡഡ് കമ്പനി ചെയ്യണം. ഞങ്ങളുടെ അടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല, അതൊക്കെ ചോദിച്ച് ബോധപൂർവ്വം ചെയ്യണം. നമ്മളൊരു കമ്പനി പറയുമ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കാം കമ്പനി എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ നല്ല അപ്ഡേഷനും നല്ല കമ്പനിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സൂപ്പർ റിസൾട്ടാണ്. നിങ്ങൾക്കപ്പോൾ റിസൾട്ട് കാണാം. ശരിയാണ്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് അപ്പോൾ ഇത് ശരിക്കും കുറേ കാലം കൂടിയാണ് ഇത്രയും ഡാമേജ് ഹെയർ കിട്ടണേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ട് ടെൻഷനിക്കണ്ട. നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ
ഇപ്പോൾ എൻ്റെ മുടിക്ക് ഡാമേജ് കെയർ എന്ന് പറഞ്ഞോ, ചുരുണ്ട് പൊട്ടി മുടി, അങ്ങനെയല്ല, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാൻ അങ്ങനെയാട്ടോ. അപ്പോൾ ചിലർ അയ്യോ ഇതെന്നെ കറുത്ത് കളർ കുറഞ്ഞു പോയല്ലോ, അപ്പോൾ ഉടനെ ഞാൻ ഉടനെ വന്ന് ഒരു ഫേഷ്യൽ ചെയ്യാൻ അപ്പം അവർ പറയും കേട്ടോ, ഇപ്പോൾ ചേച്ചിയുടെ ഓട്ടം കാണാമെന്ന്. തടി കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി കൺട്രോൾ ചെയ്യും. നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, എല്ലാവരും ന്യൂജൻ പിള്ളേരൊക്കെ പറയും അങ്ങനെ പറയരുത് ഇതെന്നൊക്കെ പറയും. പക്ഷേ അത് നന്മയായിട്ട് കരുതിയാൽ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയേട്ടോ. കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ അമിതമായിട്ട് തടി വയ്ക്കുമ്പോൾ ഒരാൾ പറയുമ്പോൾ നമുക്ക് ആദ്യം ഇച്ചിരി തീറ്റെങ്കിലും കുറയില്ല. അതുപോലെ ഇത് ഞാൻ കുറേ വഴക്ക് പറഞ്ഞു, ഇങ്ങനെ ഹെൽത്ത് കറക്റ്റ് നോക്കണം. D3 ഒക്കെ ഒത്തിരി താഴെ പോണ വ്യക്തിയാണ്. അതിൻ്റെതായ D3 ഒത്തിരി കുറഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ഡിഫക്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് കറക്റ്റായി വിറ്റാമിൻ കറക്റ്റ് ആകുമ്പോൾ ഒത്തിരി മുടിയുള്ള പച്ചാർന്ന് പറഞ്ഞേ ആ മുടി ഭയങ്കരമാണ് ഹെൽത്തി കേട്ടോ. നമ്മുടെ ഹെൽത്തിന് കേട്ടോ, ഹെൽത്തിൻ്റെ ഒരു ഇത് കാണിക്കുന്നത് മുടിയിൽ കൂടി സ്കിന്നിൽ കൂടിയൊക്കെയാണ്. അപ്പോൾ മസ്റ്റായിട്ട് കേട്ടോ, അടുത്ത തവണ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ജിലേബി ആയിട്ട് വന്നേരെ പണ്ടത്തെ മുടി പോലെ ആക്കി തരാനുള്ള എല്ലാ വിദ്യയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുടി ആയാൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ജിലേബി കൊണ്ട് വരാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് തിന്നാൻ. അപ്പോൾ ഇത് കണ്ടോ ഒത്തിരി ഇനി ഇത് ഇഷ്ടപ്പെട്ടില്ല ചെയ്തേക്കണേ. അതിപ്പോൾ ഇങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ തലയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇത് ഇട്ടേക്കാട്ടോ, റീൽസും ഇതുമൊക്കെ ഇതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ആ കണ്ട മുടിയുടെ അവസ്ഥ. ഇപ്പോൾ പുറകെ നോക്കിയാൽ +2 കൊച്ചായെന്ന് ഞാൻ പറഞ്ഞു, അതിന് വേറെ കാശ് വേണമെന്ന് പറഞ്ഞു. മകൻ എന്തോരമുണ്ട് 8ല്, മകൻ 8ലുണ്ട്. അപ്പോൾ +2കാരിനെ പോലെ ആക്കിയിട്ടുണ്ട്, അതിന് വേറെ കാശ് വേറെ വേണം. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെയുള്ളവർ ഇത് ചെയ്താൽ മതി. മൾട്ടി വിറ്റാമിനും കഴിക്കണം, മുട്ട കഴിക്കണം. മുട്ട ഒരു ഭയങ്കര എന്താ ജപ്പാൻകാർക്ക് 100 വയസ്സ് കഴിഞ്ഞ് ജീവിക്കണം, അവരുടെ മെയിൻ ഫുഡിൽ ഏറ്റവും അധികം മുട്ടയുണ്ടെന്ന്. കുറേ മുട്ട തന്നെ കേട്ടോ. ഞാൻ ഓർത്ത് കേട്ടിട്ട് സന്തോഷമായി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് മുട്ടയാണ്. ഞാൻ പക്ഷെ മുട്ടയൊന്നും വണ്ണം വെക്കണ്ടെന്ന് എല്ലാവരും വെക്കില്ലെന്ന് പറഞ്ഞേ. എൻ്റെ അമ്മ എന്തോരം മുട്ട എന്ന് പറഞ്ഞാൽ എൻ്റെ മുട്ടയുടെ പൊതി മാറില്ല. അപ്പോൾ നമ്മൾ മുട്ടകളൊക്കെ കഴിക്കുക, നല്ല എല്ലാം സ്കിന്നും നന്നാകും, മുടിയും നന്നാകും മൊത്തം. അപ്പം ശരി എന്നാൽ അപ്പം എല്ലാവരും പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. ശരി എന്നാൽ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. കുഞ്ഞിക്കുടാപ്പിയാണ്, പക്ഷെ ഹെയറൊക്കെ പൊട്ടിയിരിക്കുക. നമ്മളിങ്ങനെ പിള്ളേരുടെ ഹെയർ പൊട്ടുമ്പോൾ എണ്ണ തേക്കാഞ്ഞിട്ടാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് പിള്ളേരെ വഴക്ക് പറയാണ്ട് പിള്ളേർക്ക് D3 ഉണ്ടോ ഹീമോഗ്ലോബിൻ ഉണ്ടോ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടോ. സിങ്കോവൈറ്റ്, ബയോട്ടിൻ, D3യുടെ ഇതെല്ലാം കൊടുത്ത് മുട്ട ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഈ പ്രായത്തിൽ രക്തം തിളക്കുന്ന പ്രായം മുടി തിളങ്ങും. അപ്പം ഇങ്ങനെ പൊട്ടൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കണ്ണാടി വെച്ചാൽ അല്ലെങ്കിൽ നോക്കുമ്പോൾ എല്ലാവരുടെ മുടി നല്ലതാണ്. അപ്പോൾ ഈ മുടിയെല്ലാം ഇങ്ങനെ തിക്കായിട്ട് താഴത്തായിട്ട് വരണ്ട. ഇത് ഇപ്പം ചെയ്ത് കഴിയുമ്പോൾ പൊട്ടലൊന്നും കാണില്ല, പക്ഷെ അതിൽ തൃപ്തിപ്പെട്ടിരിക്കരുത്. നമ്മുടെ ആരോഗ്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിള്ളേർക്കൊന്നും പറഞ്ഞാൽ കേൾക്കൂല. പക്ഷേ പേരൻസ് നിർബന്ധിച്ച് വിറ്റാമിൻ ഗുളിക തീറ്റിക്കണം, പിന്നെ മുട്ട മസ്റ്റായിട്ട് തീറ്റിക്കണം. പച്ചക്കറി ഞാൻ തിന്നാറില്ല, അത് വേറെ പച്ചക്കറി എന്ന് പറയണില്ല. എങ്ങനെയും ഒക്കെ നല്ല സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തോ അവരെ തന്നെ അത് സൂപ്പ് ഉണ്ടാക്കിപ്പിക്കുക, എന്നിട്ട് നമുക്കൂടെ കുടിക്കാം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആയിട്ട് ചെയ്തേക്കണേ. ഞാൻ പറയുന്നത് ഇപ്പോൾ പൊട്ടലൊന്നും അറിയില്ല, കാണുന്നില്ല, എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് സൂപ്പറായിട്ട് കിടക്കണം. ഇത് കണ്ടുകൊണ്ട് ആരോഗ്യം നോക്കാണ്ടിരിക്കരുത്. പൊട്ടൽ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കും, ഒരു പ്ലാസ്റ്റിക് കൂട്ടി കയറണ പോലെ. അങ്ങനെയാണ് കരാട്ടിൻ. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഉള്ളിൽ സിങ്കോവൈറ്റ്, ബയോട്ടിൻ, D3 എന്തൊക്കെ വിറ്റാമിൻ കുറവെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ നോക്കുക. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇതെല്ലാം വേണം. അപ്പോൾ ഇത് കണ്ടോ കിടക്കണം കണ്ടോ. ഈ കരാട്ടിനൊരു ഗുണമുണ്ട്, ഇച്ചിരി നാച്ചുറൽ ലുക്ക് തോന്നിക്കും. മറ്റേ ഹെയർ ലാക്സിങ്ങും മറ്റേ സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്യണ പോലെയല്ല, ഇതിനൊരു നാച്ചുറൽ ലുക്ക് തോന്നിക്കും. ഇത് ഓർഗാനിക്കാണ്. വാഷ് ചെയ്യുമ്പോൾ 10-40 വാഷ് എന്ന് പറഞ്ഞാൽ, പക്ഷെ മിക്കവർക്കും 8-9 മാസമൊക്കെ തലയിൽ നിന്ന് കിളുത്ത് വന്നത് നോർമലേ വരുള്ളൂ. ഇതിനൊക്കെ ഈ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാണ് മുടി ചേഞ്ച് വരില്ല. വർഷത്തിലൊരിക്കലൊക്കെ പുറത്തുള്ള കൊച്ച കണ്ടാൽ തോന്നുമോ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ. ഞാൻ ബോധം കെട്ടി ഇതുവരെ ഞാൻ നോർമലായിട്ടില്ല. ഞാൻ +2 കൊച്ച പുറത്തേട്ട് പഠിക്കാൻ പോകാൻ നോക്കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ കൊച്ചാന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞെട്ടാനിരിക്കും കേട്ടോ. ഇതെല്ലാവരെയും കണ്ടാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ചെയ്ത് ഇഷ്ടപ്പെട്ടോ?
അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊക്കെ പോരെ അതീവ മനോഹരമായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ഒഴുകി, അത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ, ഈ പോറുകാരൊക്കെ ഇങ്ങനെ മുടി അതുപോലെ കിടക്കും. നമുക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തേ നടക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ എല്ലാവരുടെ സ്വപ്ന. പല്ല് കെട്ടിക്കുക, മുടി ഇങ്ങനെ ചിരിക്കുമ്പോൾ മുല്ലമൊട്ട് വേണം, മുടി ഇങ്ങനെ ഒഴുകി ചാടണം, ഇതെല്ലാം കിട്ടും. ഹെൽത്തൂടെ നോക്കണേ, ഹെൽത്തിലാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ പല്ലിൻ്റെ ഇവിടത്തെയൊക്കെ പോയാൽ ഇപ്പം 1-2 പ്രാവശ്യം കെട്ടിക്കണം, ഈ കെട്ടാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഇപ്പോഴല്ല കുറേ നാൾ മുമ്പ്. അപ്പോൾ നമ്മളപ്പോൾ പല്ലൊക്കെ കെട്ടി ശരിയാക്കണമെങ്കിൽ ഇവിടെയൊക്കെ പല്ല് വേണേ. എല്ലാം ക്യാപ്പ് ഇട്ട് ഇങ്ങനെ ആരോഗ്യത്തിൻ്റെ പ്രോബ്ലത്തിൽ എനിക്ക് എന്തോരം ആരോഗ്യ ഇത് പറ്റിയെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്കൊന്നും പറ്റാണ്ടിരിക്കാനാണ് ഞാൻ ഈ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊക്കെ പെട്ടെന്ന് വരെ ശരിയെന്ന്. ഇത് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. എൻ്റെ ഫ്രണ്ടാട്ടോ വീഡിയോ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബലമായിട്ട് പിടിച്ചേക്കണ. പേരൊന്നും പറയണ്ട, അപ്പോൾ പിന്നെ അറിയില്ലോ. പണ്ട് ഇങ്ങനെ ഈ കൊച്ചിനെ പേരറിയാണ്ട് വരുക, ഇവിടെ മര തിക്കായിട്ട് എപ്പോഴും തിക്ക് മുടിയാട്ടോ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ കോളേജ് ബ്യൂട്ടി ആട്ടോ. മുഖം കാണിക്കണല്ലോ, അതിനിപ്പോൾ പറഞ്ഞിട്ട് തന്നെ ആരും മുഖം കാണിക്കാൻ ഇപ്പോഴും സുന്ദരിക്കോതെ മോളെയൊക്കെ കെട്ടിച്ച് കൊച്ചുമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ട ഈ മുടിയുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ വല്ലവരും കല്യാണം ആലോചിച്ചു തോന്നുന്നു എനിക്ക് വേണ്ടി. പിന്നെ ആകെ പ്രോബ്ലം കൂടി നമുക്കൊരു പ്രായമാകുമ്പോൾ പൊട്ടൂലേ, അപ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്യാന്നുള്ളതാണ്. വേറെ ഈ മുടി അതിമനോഹരമാണ്, തിക്കുണ്ട്. പക്ഷെ ഒരു ഇതാകുമ്പോൾ നമുക്കുടെ മുടി പല്ല് പൊട്ടും, ക്യാപ്പിടുന്ന പോലെ തന്നെ മുടി പൊട്ടണം, അത്ര മാത്രം. അതിന് നാനോപ്ലാസ്റ്റി ചെയ്ത് നമുക്കിങ്ങനെ പൂടമുടിയൊക്കെ വരുമ്പോൾ നമുക്കുടെ സ്റ്റൈൽ മാറും. ഇനി സ്റ്റൈൽ മന്നത്തിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയല്ലേ, മക്കൾക്ക് ഒരു പ്രായമാകുമ്പോഴല്ലേ നമ്മൾ സ്റ്റൈൽ ചില്ലാകണേ. അപ്പം അങ്ങനെ ആകാം. ശരി എന്നാൽ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടി നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്ത് ആശാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുക, എൻ്റെ മുടിക്ക് എനിക്ക് ഒട്ടും നിവരുണ്ട്, എനിക്ക് പഴയ ചുളിവ് വേണമെന്ന്. ഞാൻ ഒരു കരാട്ടി കഴുകി പൊക്കോളൂല്ലോ, അടിയൊക്കെ വടി പോലെ കിടക്കുന്നത്. യേശുവിൻ്റെ കൃപയാൽ അടിയിലൊക്കെ ഒരു നാച്ചുറൽ ലുക്കിൽ ഒരു ചെറിയ വളവുണ്ട്. ആശാത്തിക്ക് ചെയ്ത് പകുതി കഴിയുമ്പോൾ പറയാ, അയ്യോ എൻ്റെ ഒത്തിരി നിവരരുത് കേട്ടോ. അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിലാണ് വന്നേക്കണത്. പിന്നെ മുടിക്കൊക്കെ ഉള്ളുള്ള മുടിയാട്ടോ, നല്ല ഭംഗിയിൽ കിടക്കണുണ്ടോ. ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ 40 മാസാട്ടോ കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കഴിപ്പോവും, വാഷ് ഔട്ട് ആട്ടോ. ഇതിന് തന്നെ മുടിക്ക് ചേഞ്ച് വരത്തില്ല, ഇതൊരു കവറിങ്ങാണ്. ഓരോ വാഷിനും ഇങ്ങനെ കഴുകിപ്പോവും. പക്ഷെ കളർ ചെയ്യണം മുടിക്ക് ഫ്രസി ഹെയറിനൊക്കെ മുടി ഒത്തിരി സോഫ്റ്റായി, ഭയങ്കര സോഫ്റ്റായി. ഇങ്ങനെ ഇനി പിടിച്ചാൽ മതി. ഇനി ഷാമ്പും ഇതും സിറോക്കയും കൂടെ യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഒഴുകി കിടന്നോളും. മുടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കരാട്ടിൻ ചെയ്താൽ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് എല്ലാം മാറുമ്പോൾ തന്നെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ കൈവരിൽ എപ്പോഴും ഇങ്ങനെ മുടിയായിരിക്കും. നമുക്കതൊരു പിന്നെ തലേന്ന് കൈയെടുത്താൽ തോന്നുന്നില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതൊരു ഭയങ്കര രസമായിട്ട് കിടക്കും. അടിപൊളിയല്ലേ നോക്കിയേ, യേശുവിൻ്റെ കൃപയ പരസ്യത്തിന് വല്ലണ മുടിയായില്ലേ നോക്കിയേ, കണ്ട സൂപ്പറായില്ലേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല, ഇന്ന് പറഞ്ഞ കാരണം ആദ്യമായിട്ടാ ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടു എന്നാ പക്ഷെ പറഞ്ഞേ. പക്ഷെ ചുളിവെന്ന് പറഞ്ഞ പണ്ടൊരു കൊച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹെയർ ലൈസിങ്ങാ. പിറ്റേ ദിവസം വന്നേക്കുവാ, എൻ്റെ മുടി ചുരുട്ടി താങ്ങാൻ പറഞ്ഞു. പിന്നെ ചുറ്റാൻ പറ്റുമോ? ഇത് പിന്നെ കുറേ കഴിയുമ്പോൾ നോർമലാവും. എന്നിട്ട് പിന്നെ ഇപ്പം അത് അമേരിക്കയിലാട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പാശ്ചാത്തി എപ്പോഴും സ്ട്രേറ്റൻ ചെയ്തുകൊണ്ട് നടക്കും കേട്ടോ. അമ്മ നൂല് കൊടുക്കുമെന്ന് കണ്ടിട്ട് ഈ ചുരുണ്ട മുടി ഇങ്ങനെ ഇരുന്നപ്പോൾ നിവർന്നപ്പേ അമ്മ കാര്യം എനിക്ക് ചുറ്റി തന്നെ എന്ന് പറഞ്ഞു. വന്ന പോലെ ആശാത്തി എനിക്ക് ചുറ്റണമെന്ന് വെറുതെ പറഞ്ഞ ആളാണേ. അപ്പോൾ ശരി എന്നാൽ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. വീഡിയോ പിടിക്കേണ്ട, മുടി ഒട്ടുമില്ല, മുടി ഒത്തിരി ഉള്ളവരുടെ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറയില്ലേ, ഇങ്ങനത്തെ മുടിയുള്ളവരുടെ അല്ലേ വീഡിയോ പിടിക്കണ്ടേ. അപ്പം അല്ലേ ഇങ്ങനെ മുടിയുള്ളവർ ഒത്തിരി സങ്കടപ്പെട്ട. പണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? എന്തോ ഹെയർ സ്മൂത്തനിങ് ആയിരുന്നു തോന്നുന്നു അല്ലേ അതിൻ്റെ. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി നന്നായിക്കോളൂ കേട്ടോ. അതെ അതിൻ്റെയാണ് ഇത്. അപ്പോൾ ഞാൻ വന്ന വഴിയെ അങ്ങനെ തന്നെ വീഡിയോ പിടിച്ചതാണ്, ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ നമുക്ക് നല്ലൊരു അതിമനോഹരമായ ഈ മുടി ശരിയാക്കി എടുക്കാം. നമ്മൾ കരാട്ടിനൊക്കെ ചെയ്യാൻ പോണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാൻ സൂപ്പർ റിസൾട്ടാണ്. ഇത് ഒത്തിരി അകലെന്ന് വന്നേക്കണേ. അപ്പോൾ കൊച്ചു പറയുന്നത് ഹസ്ബൻഡിൻ്റെ വീടൊരു സ്ഥലത്ത്, ഇതിൻ്റെ വീടൊരു സ്ഥലത്ത്. ഇപ്പോൾ താമസിക്കണം വേറെ. ഇവിടെ എല്ലായിടത്തും പാർലുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇത്രയും അന്വേഷിച്ച് പറക്കി വന്നേക്കണേ. ഗുഡ് റിസൾട്ട് തന്നെ യേശുവിൻ്റെ കൃപയാക്കി ഇട്ടിട്ട് ഇത്രയും അകലെ വന്നെയല്ലേ.
അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ഇഷ്ടം വീഡിയോയിൽ ആ വചനം പറയണതാണ്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാമൊഴിയാൽ തന്നെയല്ലേ ആ യേശുബ്രാൻ വചനം ആകുന്ന യേശുബ്രാൻ അനുഗ്രഹിച്ച് ഇത് ഒരു അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മക്കളെ ഹെയർ മേക്കോർ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു. അങ്ങോട്ട് പോയി പൊട്ടും മുടിയിൽ ഇവിടം വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കണ്ടതല്ലേ. ഇത്രയും മുടി കാണുന്നതിന് ഇത് പകരമായിട്ട് പുള്ളിക്കാരി അടിയിലൊരു ഇങ്ങനെ പണ്ട് ഇവിടെ വന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു മുടിയും കൂടെ വെച്ച് ഞാൻ നോക്കുക. അന്നേരം മേളിലൊക്കെ ഉള്ളുണ്ടായിരുന്നു, അടിയിൽ ഒട്ടും ഉള്ളിലാണ്ടിരിക്കുമായിരുന്നു. എങ്ങനെയോ ഉള്ളായെന്ന് പറഞ്ഞു. എന്നോടൊക്കെ കൊച്ചു പറയില്ല അങ്ങനെ ഞാൻ കാണിച്ചാൽ മതിയെന്ന്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ വേറെ മുടി വെക്കാറുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത് സിൻസിയറായിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വെച്ച് കാണിച്ചാൽ പിന്നെ അതൊരു പ്രശ്നമല്ലേ. നമ്മൾ ബൈബിൾ വചനമൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതേ കണ്ടോ, ഇതിന് വേണ്ട മുടിയുണ്ട്. ഞാൻ പറയുന്നത് അതെന്തിനാണ് വെക്കണേന്ന്. അടി മാത്രമേ ഉള്ളൂ. കണ്ടോ ഇതേ ഇപ്പോൾ ഇതേ ഇത്രയും മുടിയില്ലേ, അടി മാത്രമാണ് ഇച്ചിരി ഇവിടെ കൊണ്ട് ഇച്ചിരി നീളം കുറയേണ്ട കാര്യമുള്ളൂ. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ പറയും പണ്ട് ഒത്തിരി മുടി ഉണ്ടായിരുന്ന കൊച്ചായിരുന്നാണ്. ഈ കൊച്ചിന് എന്തൊക്കെയോ ആരോഗ്യ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റ് ഹെയർ ഒന്നും ഈ പ്രായത്തിൽ വരില്ല, അതിനുള്ള പ്രായമില്ല. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, ബയോട്ടിൻ, സിങ്കോവൈറ്റ് എല്ലാം. D3 പണ്ടൊത്തിരി കുറവായിരുന്നു. അതാണ് എനിക്കൊക്കെ എങ്ങനെ അന്നേരം അറിയാൻ പാടില്ലായിരുന്നല്ലോ D3. ഇപ്പം എനിക്ക് D3 37 ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഹീമോഗ്ലോബിനും ഒക്കെ കൂടിയിരിക്കുക. അപ്പം ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് നീർക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. യേശു ഇല്ല, അതിന് അടിമയായിരിക്കുമെന്ന് എനിക്ക് നീർക്കെട്ടിന്. നമ്മൾ പറഞ്ഞു പറഞ്ഞേ എനിക്ക് ഇന്ന അസുഖം അങ്ങനെ പറയരുത്. ഒരസുഖവും നമ്മുടെ ശരീരത്തിൽ വാണില്ല. നമ്മൾ ക്രിസ്തു യേശു വസിക്കുന്ന വിശുദ്ധ മന്ദിര. ശാപത്തിനോ പാപത്തിനോ പാരമ്പര്യത്തിനോ രോഗത്തിനോ നമ്മൾ ഈ വാഴാൻ അധികാരമില്ല. യേശു വാഴുന്നെടുത്തിട്ട് നോക്കാനൊന്നും ശക്തിയില്ല. അപ്പോൾ നമുക്കതൊന്ന് പൂർണ്ണാരോഗ്യം ദീർഘായുസ്സും തരാൻ മതിയായവനെ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ മുടി ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇരട്ടി ഉള്ളു പണ്ടത്തെ വേണ്ടി അതുപോലെ ആകും. അതുപോലെ ആകുമ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ചെയ്യാൻ വരുമ്പോൾ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരെന്ന് പറയണത് ലഡു വേണോ ചിക്കൻ വേണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര വിളിച്ചിട്ട് വരുന്നത് ഉറപ്പായിട്ടും അങ്ങനെ മുടി ഉണ്ടാവട്ടെ. നിങ്ങൾ ബയോട്ടിനും സിങ്കോവൈറ്റും കഴിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന് ആരോഗ്യ പ്രോബ്ലം എന്ന് നോക്കുക. D3 കുറവാണോ എന്താ കുറവെന്ന്. മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കണം. ആഫ്റ്റർ കെയർ എന്നും മൾട്ടിവിറ്റാമിൻ. ഇപ്പോൾ ചെടിയൊക്കെ പൂക്കാൻ വളയിടാണ്ട് കുറച്ച് പൂക്കണുണ്ടോ. പണ്ട് ചുമ്മാ നട്ടാൽ പൂക്കൂലായിരുന്നോ. മാവ് കായ്ക്കണമെങ്കിൽ വളരുന്നോ, ഇല്ലേ മാവ് 25-30 വർഷമാകും. അങ്ങനെയൊക്കെ ആയി മണ്ണിൻ്റെ കാര്യം. അപ്പം നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം എല്ലാം ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുന്നോ. ABC ജ്യൂസൊക്കെ കഴിക്കാം. ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ. അപ്പോൾ കൗണ്ടൊക്കെ കൂടി, ഹീമോഗ്ലോബിനൊക്കെ കൂടി, അത് കൂടിയപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി കറുപ്പൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പം ശരി, അത് ഇഷ്ടപ്പെട്ട മോളെ തല വിൽക്കോട്ടെ. അവിടുന്ന് ഇപ്പം എന്ത് വന്നാലും നിങ്ങൾ കേൾക്കണില്ലോ. അപ്പം ശരിയാണ്. ഇങ്ങനെ മുടിയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട. മുടി പഴയ പോലെ ആക്കി തരും. പറയണ പോലെ കേട്ടാൽ മതി. ശരിയാണ്.